അറിഞ്ഞാ ലാസർ വെള്ളം മുങ്ങി ബോട്ടുകാരി വന്ന് എല്ലാവരും രക്ഷപ്പെടുത്തി. പക്ഷേ നമ്മുടെ ശങ്കരേട്ടന് മാത്രം കിട്ടിയില്ല. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, എന്റെ പഴയ കാര്യം എനക്ക് ഒരു കുറവില്ലച്ചോ. ഞാൻ തന്ന കഷായം കുടിച്ച് തീർത്താ. അയ്യോ, അത് തീർന്നിട്ട് 2 ദിവസമായി. ഇപ്പൊ എനിക്ക് തീരെ നടക്കാൻ പറ്റണില്ല അച്ചോ. പൊതിമടൽ ചൂടാക്കി അതുമ്മ ചവിട്ടി പിടിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തച്ചോ. പത്യക്കേട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. ഇല്ലച്ചോ. എന്നിട്ടും കാലുവേദന മാറിയില്ല അല്ലേ? ഇല്ല, ഒരടി എനിക്ക് നടക്കാൻ പറ്റണില്ല. അപ്പൊ നടക്കാനാണ് ചേട്ടത്തിക്ക് ബുദ്ധിമുട്ട്. എന്റെ കൂടെ ഇങ്ങനെ ഓടാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ചേട്ടത്തി ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ നടക്കണ്ട, ഓടിയാ മതി. അസുഖം മാറിയാലും ചിലർക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാ. ചികിത്സ ഫ്രീ ആയതുകൊണ്ടായിരിക്കാം. മുരുക, അയ്യപ്പസ്വാമി, എൻ്റെ ഭാര്യയ്ക്ക് മകനും പണിയെടുക്കാനുള്ള ആരോഗ്യം കൊടുക്കണേ. കനകമ്മേ, ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. കുളി ഒരുക്കം കണ്ടാ തോന്നും ഏതാണ്ട് പണിക്ക് പോകാൻ പോവുകയാണെന്ന്. കുളി കഴിഞ്ഞപ്പോ ഒരു തളർച്ച. എണീക്കണ്ട, പഠിച്ചോ. നന്നായി പഠിക്കണ്ടോ നീ? പഠിക്കണം. മോഹനോ TTCക്ക് ചേരാൻ പറ്റില്ല. നിന്നെയെങ്കിലും ടീച്ചർ ആക്കണമെന്നാ അവന്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ അവൻ പ്രായക്കൊല്ലുന്ന എന്നെയായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവന്റെ ഭാവി തൊലച്ചോ ഞാനാണെന്നാണ് പറയണത്. അതല്ലെങ്കിലും ശരിയല്ലേ? TTC പാസ്സായി കടപ്പുറത്തുള്ള സ്കൂളിൽ മാഷായി വരേണ്ട ചെറുക്കനാ. അവൻ പഠിപ്പ് നിർത്തി കടലിൽ പോകാൻ തുടങ്ങിയത് നിങ്ങൾ കാരണമല്ലേ? തുണി നിന്റെ വർത്താനം കേട്ടാ വള്ളപ്പടിയിൽ വീണ് കിടപ്പില്ലാതെ ഏതാണ്ട് മനഃപൂർവ്വമാണെന്ന് തോന്നൂല. ഓ പിന്നെ, പണ്ടങ്ങാണ്ടോ വള്ളപ്പടിയിൽ വീണുന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവനും മനുഷ്യന്മാര് പണിക്ക് പോകാണ്ടിരിക്കല്ലേ? ആ ചെറുക്കനും ഞാനും പണിയെടുക്കണത് കൊണ്ട് മൂത്ത ഒരെണ്ണത്തിനെ കെട്ടിച്ചു വിടാൻ പറ്റിയച്ചോ. അല്ലെങ്കിൽ അവൾ ഇപ്പോഴും ഇവിടെ തന്നെ നിന്നേനെ. ഉണിക്കണ്ടൻ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, പണിക്ക് പോയാൽ എന്താ? എന്റെ അച്ചോ, ഞാൻ നടക്കണേ എങ്ങനെയാന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഇന്ന് രാവിലെ കൂടി നടുവിനൊരു പിടുത്തം. അതിന്നലെ എന്റെ കൂടെ മീമിക്കാൻ വരാൻ പറഞ്ഞപ്പോ തുടങ്ങിയ പിടുത്തമാണച്ചോ. ഓരോ ദിവസം ഇങ്ങേർക്ക് ഓരോ പിടുത്തവാ. നടുവിന് പിടുത്തം, കാലിന് പിടുത്തം, മീൻ പിടുത്തം മാത്രമില്ല. എന്താ കണ്ട ഇത്? കണ്ടനൊരു കാര്യം ചെയ്യും, വലിയ അധ്വാനമുള്ള പണിക്കൊന്നും പോണ്ട. പണി എടുക്കണമെങ്കിൽ നല്ല അധ്വാനമുള്ള പണിയെടുക്കണം, അല്ലെങ്കിൽ എടുക്കാൻ പോകരുത്. എന്നാ പിന്നെ അധ്വാനമുള്ള പണിയെടുക്ക്. അതിന് ആരോഗ്യം വേണ്ടേച്ചോ. ചുരുക്കി പറഞ്ഞ പണിയെടുക്കുന്നത് കണ്ടന് ഇഷ്ടല്ല. ഫാദർ കണ്ടെന്ന് പറയുമ്പോ എനിക്ക് കണ്ടം പൂച്ച ഓർമ്മ വരുന്നത്. വലിയ പഠിപ്പുകാരി. 10ാം ക്ലാസ്സിലായപ്പോ തന്നെ അവൾ അച്ഛനെ പൂച്ചയേക്കാൻ തുടങ്ങി. വെറും പൂച്ചയല്ല, പണിയെടുക്കാത്ത കള്ളം പൂച്ച. ട്യൂഷൻ എടുക്കാൻ പോയവൻ അന്തരമാർക്ക് ഓടി വരി. നീ വല്ല ചാകരയും വന്ന? അച്ചോ വന്നച്ചോ. ഞാൻ പറഞ്ഞില്ലേ ചോ, ചാകരയാണ്. പത്രത്തിൽ വന്നച്ചോ. പത്രത്തിൽ ചാകര. അന്ന് താമരയുടെ ഇന്റർവ്യൂ എടുത്തെന്ന് പറഞ്ഞില്ലേ, അതേ പത്രത്തിലുണ്ട്. നോക്ക്. കടലിൽ ഒരു ചെന്താമര. നേരാണല്ല. എടാ മോഹന, നിനക്കും കൂടെ ഇവക്കടെ അടുത്ത് കയറി നിൽക്കാൻ പാടില്ലായിരുന്ന? അതിന് കടലിൽ മീൻ പിടിക്കുന്ന പെണ്ണ് ഞാനാണ്, അവളല്ലേ? മിടുക്കിയ ഇവളെ പോലെ ഇവള് മാത്രമേ കാണൂ. കടലിനോടും ജീവിതത്തോടും പൊരുതി ജീവിക്കുന്ന ഈ പെൺകുട്ടി സ്ത്രീ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ് എന്നാ ഇതിലെഴുതിയിരിക്കണേ. ഇവളെ നമുക്കൊന്ന് ആദരിക്കണം, ഇതൊരു ആഘോഷാക്കി മാറ്റണം. ഓ, അച്ഛനോടൊപ്പം കടലിറങ്ങി വളർന്ന ചെന്താമര അച്ഛന്റെ മരണശേഷം അദ്ദേഹം പഠിപ്പിച്ച് തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു.
സുഹൃത്തുക്കളുടെയും സ്നേഹസമ്പന്നരായ അയൽവാസികളുടെയും പിൻബലത്തിൽ കടലിന്റെ മകളായി തന്നെ അവൾ വളരുകയായിരുന്നു. ഓ, നാടക മത്സര തൊഴിലാളി എത്തി. അപ്പൊ ഇനി 17-ാം തീയതി തൃപ്പൂണിത്തുറയിൽ. ഓ, ഞാൻ സ്പോട്ടിലെത്തിയേക്കാം. ചേച്ചി. അപ്പച്ച, ഓ, ഉണക്കച്ചെമ്മീൻ കൊണ്ടുവരുന്ന കാര്യം മറക്കല്ലേ. റൊക്കം കാശ് തരണം. അന്നത്തെ പോലെ കടം പറയരുത്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കണ കേട്ടാ. അതൊക്കെ തന്നേക്കാം. അത് തന്നാ മതി. താമരയുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ആ, കലക്കിയിലടാ. നമ്മുടെ എല്ലാവരുടെയും പേരുണ്ട്. നാടക നടനായ ആലപ്പി അപ്പച്ചന് പ്രത്യേകം എഴുതി. സത്യം. എന്റെ മോൻ ശാരംഗന്റെ പേര് പത്രത്തിൽ വരണ്ടായിരുന്നു. എന്താ? അവൻ അഹങ്കാരം കൂടും. അച്ഛന് 10 രൂപ തരാത്തവന്റെ പേര് പത്രത്തിൽ വന്നിട്ടെന്താ? രാവിലെ തന്നെ നല്ല ഫോമിലാണല്ലോ. ഇന്ന് എത്രണ്ണം കീറി? 2 2. 3. 4. ആ, അങ്ങനെ സത്യം പറ. എന്നിട്ട് താമര എവിടെ? അവള് കടലിൽ പോയിരിക്കുക. ഇന്ന് വള്ളം എടുക്കുമ്പോ അവൾക്കൊരു ഗംഭീര സ്വീകരണം ഏർപ്പാടാക്കിയിരിക്കാം മൈക്കിളച്ചൻ. ആഹാ. ആ, മാല ഇട്ട് കഴിഞ്ഞാൽ ബാൻഡ് മേളം തുടങ്ങണം. ബാൻഡ് മേളക്കാരുടെ ശ്രദ്ധയ്ക്ക്, മാലയിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാൻഡ് മേളം തുടങ്ങേണ്ടതാണ്. ഇതെന്താണ് താമര എല്ലാരും കൂടി ചന്തക്കടവത്ത്? ഇതെന്താണ് മൈക്കിളച്ച വിരോണിയമ്മനെ കല്യാണം കഴിച്ച? ഇതെന്താണെച്ചോ എല്ലാരും കൂടെ ഒന്നും മനസ്സിലാവണില്ലല്ലോ. നീ ഇപ്പൊ ഈ നാടിന്റെ അഭിമാനല്ലേ? ഈ കടപ്പുറത്തെ ലോകം മുഴുവൻ അറിയിച്ച അധ്വാനശീലിയായ പെൺകുട്ടി. ഇത് കണ്ട? പിടിച്ച് പലക്കലാട്ടനട്ടാ. കടലിന്ന് പണി കഴിഞ്ഞ് വരണ നിന്നെ ചൂടോടെ സ്വീകരിക്കാനായിട്ട് മൈക്കിളച്ചൻ ഏർപ്പാടാക്കിയ സ്വീകരണമാണിതല്ല. നിന്റെ മഹത്വം തിരിച്ചറിയാൻ അവസാനം പത്രക്കാര് വാർത്ത കൊടുക്കേണ്ടി വന്നു. എല്ലാരും പണിയെടുക്കണ പോലെ ഞാനും പണിയെടുക്കണം. അതില് വലിയ മഹത്വമൊന്നുമില്ല. ചുമ്മാ സ്വീകരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ നാണം കെടുത്താൻ എനിക്ക് ചമ്മല. അച്ഛൻ ഇവരൊക്കെ വിളിച്ചോണ്ടൊന്ന് പോയെ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നിന്റെ വില നിനക്കറിയില്ല. ഈ രാജ്യത്ത് കടലിൽ പോയി മീൻ പിടിക്കണ ഏക പെണ്ണ് നീയാണ്. കൂടെ നടക്കണ ഞങ്ങ പോലും അതിപ്പോഴല്ലേ അറിഞ്ഞത്. അത് ശരിയാ. എന്നെ സ്വീകരിക്കാതെ ഞങ്ങ വിടൂല. അച്ഛോ, ആ മാല എടുത്ത് അവിടെ കഴുത്തലൊക്കെ ഇട്ടൂടെ. കടലിന്റെ പൊന്നോമനപുത്രി ചെന്താമര ഇതാ കടന്നു വരികയാണ്. മത്തികൾക്കും അയലകൾക്കും ഭീഷണിയായ ചെന്താമര ഈ കടൽ തീരത്തെ പുളകമണിയിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ് ചെന്താമര. അണ്ണ ഇതിലേതെങ്കിലും ഒന്ന് കറക്ക്. 2 പണിയും കൂടി ഒരുമിച്ച് ചെയ്താൽ അത് അങ്ങനെ ഇരിക്കും. പുഷ്പേച്ചിനെ നോക്കി കറക്കി കറക്കി ഇന്നിപ്പോ 2ാമത്തെ കുപ്പിയാ പൊട്ടുന്നേ. അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നീ നിന്റെ പണി ചെയ്താൽ മതി. മര്യാദക്കുന്നില്ലെങ്കിലേ നിന്നെ ഞാൻ അവിടെ പറഞ്ഞുവിടും. പറഞ്ഞു വിട്ടാലും ശരി, ഞാനുള്ളത് തുറന്നു പറയും. 2 കൊല്ലായിട്ട് പുഷ്പേച്ചിന്റെ അടുത്ത് കാര്യം തുറന്നു പറയാൻ അണ്ണന് പറ്റിയിട്ടില്ലല്ലോ. ഇനി പുഷ്പേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അണ്ണന്റെ ഈ ഒടുക്കത്തെ വിക്ക് 4 ഇരട്ടിയാവും. എന്താ ഒരു ലവ് ലെറ്റർ കൊടുക്കാന്ന് വെച്ചാൽ പുഷ്പേച്ചിക്ക് എഴുത്തും വായന അറിഞ്ഞൂടാ. അവസാനം ലവിന്റെ ചിഹ്നം വരെ അണ്ണന് ഞാൻ വരച്ചു തന്നില്ലേ. എന്നിട്ടോ
അതിപ്പോതെ ഒരു സ്മാരകമായിട്ട് ഇവിടെ ഇരിക്കുക. അണ്ണൻ ഇതും നോക്കി ജീവിതകാലം മുഴുവൻ വിക്കി വിക്കി നിക്കലേ ഉണ്ടാവുള്ളൂ. ദേ ഭാവി അമ്മായിപ്പം വരുന്നുണ്ടിട്ടാ. മോളെ, നീ ഇങ്ങനെ കടക്ക് കാവലിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ താമരയെ പോലെ കടലിൽ പോകാൻ നോക്ക്. പത്രത്തിൽ പടമെങ്കിലും വരും. അച്ഛൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയാലേ അച്ഛന്റെ പടമായിരിക്കും പത്രത്തിൽ വരാൻ പോണേ. മോളെ, ദേ ഒരു 50 രൂപ താടി. പിന്നെ എനിക്ക് മുതലാളിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അച്ഛൻ പോയേ. എപ്പ ചോദിച്ചാലും മുതലാളിക്കാണ് കൊടുക്കണം, മുതലാളിക്കാണ് കൊടുക്കണം എന്നും പറഞ്ഞ് നീ എന്നെ ഒരു മോളാടി. ദീപം അപ്പച്ചനെ കാണാൻ സിനിമാ നടനെ പോലെ ഉണ്ട്. അയ്യോ എടാ എന്റെ പൊന്നെ മോൻ നോക്കിക്കോ, അപ്പച്ചൻ ഉടനെ എന്നെ സിനിമയിലാ വരും കേട്ടാ. ഇനി ഏത് കാലത്താ നമ്മൾ ഒരുമിച്ച് നാടകം കളിക്കുന്ന കാലം തൊട്ട് ഞാനിത് കേൾക്കുന്നതാ. ഏടി നീ നോക്കിക്കോ, ഇത് നടക്കും ഇല്ലയോടാ. അമ്മ 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 ഇപ്പൊ എന്താ നാടകത്തിന് പോകാത്ത? അമ്മ നാടകത്തിന് പോയാ പിന്നെ മോന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ? അപ്പച്ചൻ ഓ ഈ പറഞ്ഞത് കേട്ടാ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം ഇവളാണെന്ന് തോന്നുമല്ല. മക്കളെ ചുമ്മാ ഇരിക്കല്ലേ ഇവിടെ. തുടങ്ങി. ക്രിസ്ത്യാനി ചെക്കനൂടെ പൊറുക്കാൻ തുടങ്ങിയാലേ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. കെട്ടി വന്നിട്ട് കാലം എത്രേ. എന്തെങ്കിലും നമ്മുടെ ജീവൻ പഠിച്ചിട്ടുണ്ടാ ഇവള്. കൊന്തേത്തിക്കട നേരത്തെ അവക്കണം ബന്ധം കൊളുത്തി വെക്കല്. നാത്തൂനൊന്നും മിണ്ടാതിരുന്നേ. എന്റെ സാലമ്മേ, എന്റെ മനസ്സിൽ തോന്നുന്ന പറഞ്ഞില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരികയല്ല. നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കാത്തോണ്ട് മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോ അമ്മായിക്ക് കുശുമ്പാ. അപ്പച്ചാ, നിന്റെ നാടകത്തിന്റെ ഡൈകോലൊന്നും എന്റെ ഇടയ്ക്ക് പറയാൻ നിക്കല്ലേ. നീ ജനിക്കണ മുമ്പേ ചവിട്ടടം കളിച്ച് നഴമ്പിച്ച കാലാണിത്. നിനക്ക് കാണണ മതി 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 മതി. സരസ്വതി ഒന്നും തിരിച്ചു പറയാത്തോണ്ടല്ലേ അമ്മായി കിടന്ന ആളാവണത്. സരസ്വതിയാ മ്യാരിന്ന് വിളിക്കടാ. പിന്നെ മാർക്കം കൂട്ടി മ്യാരിന്ന് മ്യാരിട്ടേക്കണതിനാണ്. എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ വിളിക്കും. അമ്മായി അമ്മയുടെ പണി നോക്ക്. അമ്മായി എന്തെങ്കിലും പറഞ്ഞോട്ടെ, ചേട്ടൻ എന്താ? ഇവിടെ പെണ്ണുങ്ങളെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇവന്റെ പോരാണ് സഹിക്കാൻ പറ്റാത്തത്. ആലപ്പിയാപ്പത്തിന്റെ ഡൈകോൾ കേട്ടത് ജീവിക്കേണ്ട ഗതിയാണെന്ന് എനിക്കില്ല. ഞാൻ എന്റെ പാട്ടിന് പോവുകയാണ്. ചോറ് വന്നിട്ട് പോവാൻ. അതുകൂടി ഉരുട്ടി നിന്റെ മകനുമാണ്. അപ്പുറത്തൊരു പായം തലേനുണ്ടല്ല, അതിന്റെ അഹങ്കാരാണ് ഈ അമ്മായിക്ക്. കണ്ടല്ല, ദേ ഇതിനകത്ത് വെച്ചേക്കാം. സൗകര്യം പോലെ എടുത്ത് വായിച്ചോ. അച്ഛൻ പഠിപ്പിച്ച പണിയെക്കുറിച്ച് പത്രക്കാരെന്താ എഴുതിയേക്കണെന്ന് അറിയണമല്ലോ. എന്തു പറ്റി? ഇന്നും വഴക്കുണ്ടായാ? എന്റെ ആങ്ങളെ മക്കച്ചൻ ചത്തുപോയിപ്പ. എല്ലാം പോയില്ലേ മോളെ. എന്നെ ഇപ്പൊ എല്ലാരും അങ്ങാടി ഇങ്ങാടി വിട്ട് തട്ടണേണ്. ഇന്നാരാണ് തട്ടിയത്? അത് എന്നോട് പറഞ്ഞിട്ട് എന്തിനാ? നിങ്ങൊരു ടീമല്ലേ? ഓ, തട്ടിയാളെ പിടികിട്ടി. അപ്പച്ചൻ ചേട്ടനാണ് പ്രതിയല്ലേ? ഓ, തുടങ്ങി അവന്റെ കൊലവിളി. അവൻ നാടകം കളിച്ചിടക്കണ നായരി പെണ്ണെ കെട്ടാൻ പോയിപ്പോഴേ ഞാൻ മാത്രം എതിർത്തില്ല. കാരണം എന്താണെന്നറിയാമാ? സ്നേഹത്തിന്റെ വില എന്താണെന്നേ എനിക്കറിയാം. ഞാനും ഒരാളെ സ്നേഹിച്ചതാണ്, ഇപ്പോഴും സ്നേഹിക്കണുണ്ട്. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കടലിലെ അതിർത്തി ലംഘിച്ച് ശ്രീലങ്കൻ ജയിലിൽ കഴിഞ്ഞ കുറച്ചുപേരെ നാട്ടിലേക്ക് തിരിച്ചയക്കണുണ്ടെന്ന് റേഡിയോയിൽ പറയണ കേട്ട്. ഇനി അതിലെങ്ങാനും വിറോണിയമ്മയുടെ റെപ്പേലൂട്ടി ചേട്ടൻ ഉണ്ടാകുവോ? ഓ, തമ്പുരാനറിയാം. ഇനി മടങ്ങി വന്നിട്ട് തീർക്കാനാണ്. വരുമെങ്കിൽ വരട്ട. രണ്ടുപേർക്ക് ഒരുമിച്ചെങ്കിലും പോയി ജനിച്ചെടുപ്പ് കിടക്കാമല്ല. മോളെ, എന്റെ അനുഭവം വെച്ചൊരു കാര്യം ഞാൻ പറയാം. സൗന്ദര്യം ആരെങ്കിലും ഉള്ളപ്പോ തന്നെ ഏതെങ്കിലും അടുത്തന്നെ പടലിക്ക് പോയി കയറിയേക്കണം. നമ്മ നിന്ന് പോയാ പിന്നെ നിന്ന് പോയത് തന്നെ. ഒറ്റക്കിടക്കാൻ പേടിയുണ്ടെങ്കിൽ പറയണട്ടാ. പേടിയുണ്ടെങ്കിൽ നിന്റെ അമ്മയെ വിളിച്ച് കിടത്തിക്കൊള്ളാടാ. തള്ളക്കുളി കേട്ട് കഴിഞ്ഞപ്പോ അവന് സമാധാനായി. യാതൊന്നും അറിയാൻ ഇവിടെ പേടി മാറ്റാൻ വന്നത്. ഐ ലവ് യു. കർത്താവേ, നടുവും വെട്ടി. ഇനി എന്നാണ് നാടകമുള്ളത്? അടുത്ത ആഴ്ച. ഇപ്പൊ പഴയ പോലെ കളിയൊന്നുമില്ല. അതൊക്കെ KPSC-യിലായിരുന്നപ്പം ഡെയിലി 2 കളിയായിരുന്നു. ഇപ്പൊ കലയേക്കാ ഭേദം കടൽ തന്നെയാണ്. ഇന്നലെ വലിയ കോളൊന്നും ഉണ്ടായില്ല. ഒരു പങ്ക് 300 രൂപ കിട്ടിയുള്ളൂ. ആ ദേടി നിന്നെ യാത്രയൊക്കെ നിപ്പുണ്ട് കേട്ടോ. നോക്കണ്ട. സത്യം പറഞ്ഞ വേറെ ശല്യൊന്നും ഇല്ലാട്ടാ. കമാന്നൊരു അക്ഷരം മിണ്ടൂല. പോണ വഴിയെ പോസ്റ്റ് പോലെ നിന്നോളൂ. എന്നാ പിന്നെ നിനക്ക് അവനൊരു ജീവിതം കൊടുത്തു. അതിന് കൊടുക്കാൻ എന്റെ ജീവിതം വേണ്ടേ അപ്പച്ചാ? യു ആർ റിക്വസ്റ്റഡ് ടു ക്ലിയർ യുവർ അരിയേഴ്സ് വിതിൻ 7 days. ലോൺ എടുത്ത് മുടക്കം വരുത്തിയിരിക്കുന്ന പൈസ 7 ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കണതാണ്. അടച്ചില്ലെങ്കിലാ? അടച്ചില്ലെങ്കിൽ ഒന്നുമില്ല, അവർ ജയിലിൽ അടച്ചോളൂ. ഷോ ആ
മാഷിൽ നിന്ന് കുട്ടികളുടെ ഭാവി നശിപ്പിക്കലില്ലേ? ഓ സ്കൂളിലെ പടി പോലും കാണാത്തവള് ഇതല്ല ഇതിനപ്പുറം പറയും. നീ അവളെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. മഴക്കാലത്ത് ഇവിടെ കടൽ കയറുമ്പോ നമ്മളെല്ലാം സ്കൂളിലോട്ട് മാറ്റി പാർപ്പിക്കില്ലേ? അപ്പൊ ഇവിടെ 8ാം ക്ലാസ് ഇരുന്നിട്ടുണ്ടാ, 9ാം ക്ലാസ് കഞ്ഞിയും വെച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് പാവരിച്ച് കിടന്നിട്ടുണ്ട് അല്ലേടി? അത് കറക്റ്റ്. ഓ മാഷിന് സന്തോഷായി. കടലിൽ പോണ പെണ്ണ് എഴുതാനും വായിക്കാനും മീനിന്റെ കണക്ക് കൂട്ടാനും മാത്രം പഠിച്ചാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞേക്കണേ. ഇനി ബാക്കി വല്ലതും പഠിക്കണമെങ്കിൽ മാഷ് പഠിപ്പിച്ചതാ. പിള്ളേര് തരണ പോലെ ഫീസ് ഞാനും തരാം. ഫീസിന് വേണ്ടിയൊന്നല്ല ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ കടപ്പുറത്തെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. മാഷാവാൻ പറ്റാത്തതിന്റെ വിഷമം നീ കടപ്പുറത്തെ കുട്ടികളോട് തീർക്കണം. സിനിമാടനാവാൻ പറ്റാത്തതിന്റെ വിഷമം ഞാൻ നാടകം കളിച്ച് തീർക്കണം. ഒന്നോർത്താൽ എല്ലാവരുടെയും ജീവിതം ഇതുപോലുള്ള വിഷമം തീർക്കലില്ലേ മോന? ഇതേത് നാടകത്തിലാണല്ലോ. നാടകത്തിലല്ല, ഇത് കുടുംബം ഒരു പ്രതിസന്ധി അല്ലെന്ന്. കണ്ണാ നമ്മുടെ ചാരങ്ങ എവിടെ? അവനാ വള്ളത്തിനടുത്തിരുന്ന് ചീട്ട് കളിക്കാണ്, വിളിച്ചിട്ട് വരുന്നില്ല. ആഹാ, എന്നാ ഞാൻ പോയി വിളിക്കാം. പിടിച്ചാ ഇപ്പൊ ചെയ്യാം. ഇതിപ്പോ തീരണ കോളില്ലല്ല. സാരംഗൻ ചേട്ടാ തെര പദം വെച്ച് നിക്കണേണ്. വേഗം വാ, വള്ളം ഇറക്കാറായി. നിങ്ങൾ പോയിക്കോ, ഞാനിന്ന് ലീവാ. ലീവ് എടുക്കാൻ കടലെന്താണ് സർക്കാർ ആഫീസാ? മര്യാദക്ക് വന്നില്ലെങ്കിൽ കളി ഞാൻ അലമ്പാക്കുവേ. കളിക്കുന്നോര് കളിക്കട്ടെ, നീ നിന്റെ പാട്ടിന് പോടി വേണേ. വെള്ളത്തിൽ ചാടി വല വളയ്ക്കാനുള്ള ചാട്ടക്കുട്ടി ഇരുന്ന് ചീട്ട് കളിച്ചാലെങ്ങനാ? എന്റെ താമര നീ ഒന്ന് പോയേ. ഇവിടെ ക്ലാവർ 8 വലിച്ച് ഈ സ്പീഡ് 4 ആരും തള്ളരുത്, ലൈഫ് ആകും. കൈ കണ്ട് കളി പറയരുത്, കാശ് വെച്ചുള്ള കളി നിനക്ക്. മിഡിൽ സ്കൂട്ട് ചെയ്തിട്ട് നീ എന്താണ് ഈ കാണിച്ചത്? ഞാൻ അടിക്കേണ്ട കളിയായിരുന്നു പഴച്ചവളെ. എനിക്ക് 150 രൂപ കിട്ടേണ്ട കളിയാ ഇവിടെ നശിപ്പിച്ചത്. 150 രൂപ കിട്ടി തന്റെ പ്രശ്നം തീരുവല്ല. ഓ ആ കാശ് ഇപ്പൊ തന്റെ കണക്ക് തീർന്ന? ഓ തീർന്ന്. ഇനി എന്നെ തള്ളിയിട്ട് എന്നെ ചീത്ത വിളിച്ച് എന്നെ കണക്ക് തീർക്കണ്ടേ? ഇപ്പൊ ആ കണക്കും തീർന്നു. കളിക്കാൻ കൂടെ കൂടി വെച്ച് ഫ്രണ്ട്സ് വിലക്കാരോട് കളിച്ചാണ്ടല്ലോ പന്നി പാഞ്ഞിക്കോട്ടാ. ഡീ കുറച്ച് ആണുങ്ങൾ കൂടെ ഉണ്ടെന്ന് കരുതി അധികം നെകളിക്കരുത്. ചുമ്മാതല്ലടി നിനക്ക് ആരും പോലും ഇല്ലാണ്ടായി പോയത്. നിന്റെ ജന്മഗുണം കൊണ്ട് തന്നെയാ തന്തയും തള്ളയും ചത്ത് മണ്ണടിഞ്ഞത്. പത്രത്തിൽ പടം വന്നുകൊണ്ടൊന്നും നീ വലിയ ആളായില്ലടി. ആരൊക്കെ പൊക്കിക്കൊണ്ട് നടന്നാലും നീ വെറും അനാഥ പെണ്ണ് തന്നെയാ, അനാഥ പെണ്ണ്. അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ തിരിച്ചു പോന്നോണ്ട് ഞങ്ങളും ഇന്ന് കടലിൽ പോയില്ല. വല്ലവനും വല്ലത് പറഞ്ഞു കരുതി നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? എനിക്ക് സങ്കടമൊന്നുമില്ല. ഇങ്ങനെ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോ അച്ഛനും അമ്മയും അടുത്തുള്ള പോലെ തോന്നും. നല്ല പെടക്കണ മീൻ പോലെ ജീവിക്കണോളാ നീ. നിനക്ക് ഈ സങ്കടമൊന്നും ചേരില്ലട്ടാ. അങ്ങനെ സങ്കടപ്പെടാനാണെങ്കിൽ ഞാൻ എന്തോരം സങ്കടപ്പെടണം. ഫുൾ ടൈം വെള്ളം ഒടിച്ച് മണ്ണിൽ കിടന്ന് മണ്ടുമാന്തിന്ന് പേര് കിട്ടിയ ഒരു അച്ഛൻ, ഒരു തരകന്റെ ഒപ്പം ഒളിച്ചോടി പോയി പിഴയെന്ന് പേര് കളിപ്പിച്ച അമ്മ, ഇനി അമ്മനെ പോലെ പിഴച്ചു പോകുന്നിടത്ത് നാട്ടുകാരെ നോക്കിക്കണ ഒരു പെങ്ങള്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഹാപ്പിയല്ലേ? ആരുടെ മുന്നിലും തളരാത്ത ചെന്താമര ഞങ്ങൾക്ക് ഇഷ്ടം. ഒന്നുമില്ലെങ്കിൽ നീ ഞങ്ങയും അല്ലമാരോടൊപ്പം പുറംകടലിൽ നിന്ന് കൊമ്പനെ വരെ പിടിച്ചിട്ടുള്ള പെണ്ണല്ലേ? എന്നിട്ടാണ് വീരോണയമ്മായി പറഞ്ഞ പോലെ ആ സുഗുന് ഡയഗോലിന്റെ മുന്നിൽ തളർന്നു പോയത്. നിനക്ക് ഞങ്ങ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് തരുന്നുണ്ട്. അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ ഉള്ളൊരു ചെറുക്കൻ. അപ്പൊ നിനക്ക് എല്ലാരും ആയല്ല. ചെറുക്കൻ നല്ലത് തന്നെയായിരിക്കും, പക്ഷെ അച്ഛനും അനിയത്തി ഉണ്ടാവുള്ളൂ, അമ്മ ഉണ്ടാവൂല. അതെന്താ? എന്റെ അമ്മ തരകന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ? പിടിക്കാവനെ. ചെയ്ത് ഇനി ഇവിടെ നിൽക്കണ ബുദ്ധിയല്ലാട്ടാ.
കണ്ടവനും കൊണ്ടുവന്നവനൊക്കെ തൂങ്ങേണ്ടി വരും. കൊണ്ടുവന്നവരാരെങ്കിലും ഇവിടെ നിക്കണോന്നല്ലേ നേഴ്സ് പറഞ്ഞത്? എന്നാ പിന്നെ താമര നിക്കട്ടെ, നമുക്ക് പോവാം. ആ നമ്മ വേണേണ്ട. ഈ കളവൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, വരത്തനാന്ന് തോന്നല്ലേ? ഈ പണ്ടാരൊക്കെ ചാകാൻ വേണ്ടി എന്തിനാണ് നമ്മുടെ ഉറലേക്ക് വന്നത്? ദരിദ്രവാസിയാ, കണ്ടില്ലേ കഴുത്തിൽ ചരട് പോലും ഇല്ല. അതിന്റെ ഇടയിൽ നീ അതും തപ്പിയാ? പിന്നല്ലാണ്ട് പണിക്കാശനൊപ്പിച്ചിട്ടാ. കണ്ടാ ഒരു സ്വർണ്ണമോതിരം പുള്ളിക്കാരന്റെ പേരിലേക്ക് എടുത്താണ്. ഭയങ്കര അല്ലേലും പുറം കടലിൽ ശവത്തിന്റെ അരഞ്ഞാണം വരെ തപ്പണ പാർട്ടിയല്ലേ നീ. എങ്ങനെയുണ്ട് സിസ്റ്ററെ? ബോധം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര ചോദിച്ചാലും പേര് വെട്ടോസ് ഒന്നും പറയണില്ല. ചാറ്റിൽ എന്തെങ്കിലും എഴുതാതെ എങ്ങനാ? തൽക്കാലം എന്തെങ്കിലും പേരെഴുതി സിസ്റ്ററെ. എന്നാ കൊച്ചനെ ഒരു പേര് പറ. അത് ശങ്കരൻ എഴുതിക്കോ. ആ, ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. ആ പിന്നെ കാരണവർക്ക് മാറാൻ ഡ്രസ് എന്തെങ്കിലും കൊണ്ടുവരണം. ആ ഞങ്ങളിപ്പോഴും ഇവര് പറഞ്ഞത് ആരാ കക്ഷി? ആരാ എന്താന്ന് ഒന്നും അറിഞ്ഞൂടാ. ആളെങ്ങനെയുണ്ട്? പെടക്കണ്ട, അതാ ഐസിട്ടാ. ബോധം തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സംസാരിച്ചാ? നേഴ്സ് ചോദിച്ചിട്ട് ഒന്നും പറയണില്ലാന്ന്. രണ്ടെണ്ണം പൊടിച്ച തത്ത പറഞ്ഞ പോലെ എല്ലാം പറയും. ഇതെന്താ കളവ് കേസാ? പറയാൻ പറ്റൂല. കസ്റ്റംസുകാരെ പേടിച്ച് ചിലപ്പോ സ്വർണ്ണ ബിസ്ക്കറ്റായിട്ട് കടലിൽ ചാടിയാണെങ്കിലാ. ആയിരിക്കോടാ. കണ്ടിട്ടൊരു പാവം കാരണവരാ. ഓ, അച്ഛന്റെ പ്രായമുള്ളവർ കണ്ട ഇവക്ക് സഹതാപം. ചാർട്ടിൽ എന്തെങ്കിലും പേരെഴുതണമെന്ന് പറഞ്ഞപ്പോ അറിയാതെയാണെങ്കിൽ അച്ഛന്റെ പേരാണ് നാവി വന്നത്. എന്നാ പണി കിട്ടിയ തന്നെ. അച്ഛൻ അടിഞ്ഞ അതേ തീരത്താണിതും. എടി വേണ്ടാത്ത വയ്യാവേലി എടുത്ത് തല വെക്കല്ലേ, വേഗം സ്ഥലം വിടാൻ നോക്ക്. ഒരാളുടെ ജീവരക്ഷ പിന്നെ കൊണ്ട് കളയാൻ പറ്റുമോ? എങ്കിൽ പിന്നെ കടലിൽ കിടന്ന് ചാവട്ടെ എന്ന് കരുതിയാ പോരെ. അവള് പറഞ്ഞാലും കാര്യമുണ്ട്. ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസാനം വരെ കൂടെ നിൽക്കണം. അങ്ങേരുടെ അവസാനം വരെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കിന്ന് വൈകിട്ട് നാടകമുള്ള. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞേ. നീ പറ, ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? മരുന്നും ഡ്രസ്സും വാങ്ങണം. അത്രല്ലേ ഉള്ളൂ. വാ. അല്ല, ഇവിടത്തോളം വന്ന സ്ഥിതിക്ക് കാരണവരുടെ ബോഡി ഒന്ന് കണ്ടേ. എന്റെ ശാരംഗ ശവത്തിനാണ് ബോഡി എന്ന് പറഞ്ഞത്. പിന്നെ അപ്പൊ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞതാ? അങ്ങനെയാണെങ്കിൽ ജിംനേഷ്യത്തിൽ പോണവന്മാരൊക്കെ ശവങ്ങളാണ്. മാഷ് എനിക്ക് ട്യൂഷൻ എടുക്കല്ലേ. ആ വെള്ളം പോട്ടെ, വെള്ളം പോട്ടെ. കണ്ടിട്ട് കടലിൽ പണിക്ക് പോണ കൂട്ടത്തിൽപ്പെട്ട ആളല്ലെന്നാണ് പറയണത്. അപ്പൊ പിന്നെ വള്ളത്തിയതാ പൊട്ടിയതാ വീണതാകാൻ വഴിയില്ല. തീവ്രവാദം കടൽ വഴിയാ കൂടുതലും. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും. ഇതൊരു കളവനല്ലേ? ഒസാമ ബിൻ ലാദനും കളവനായിരുന്നു. ഇനി വല്ല പുലിയോ മറ്റോ? തുണി ഇതേ പുലിയായിരുന്ന കഴുത്തെ സൈനാടം ഉണ്ടാകലായിരുന്ന. അതിനിപ്പോ പുലി ഇല്ലല്ലോ. എന്നിട്ട് കഴിഞ്ഞ മാസം റാന്നിയില് പുലി ഇറങ്ങിയതിന്റെ പടം ഞാൻ പത്രത്തിൽ കണ്ടല്ലോ. പുഷ്പേ, വിവരമുള്ള ഒരു വർത്താനം പറയുന്നിടത്ത് ചുമ്മാ ഇടയ്ക്ക് കയറല്ലേ. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ആത്മഹത്യാ ശ്രമമാണ്, ഒരു സൂസൈഡ് അറ്റൻഷൻ. അവന്റെ ചന്ദ്ര, നീ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സഹകരണ സംഘത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വരാം. പോട്രോ വിടറോ. ആ പാവത്തിന് എല്ലാരും കൂടി കളിയാക്കണ്ടാട്ടാ. താങ്ക്സ്. നീ എന്താടാ ഇത്രയും ചിരിക്കണത്? എന്റെ തന്തപ്പടി വെള്ളമടിച്ചിട്ട് അപ്പുറത്തെടുത്ത് മണ്ണ് മാന്തനായിരുന്നു. എന്റെ സൈക്കിൾ ഏർത്തന്നെ അങ്ങനെ ചത്തേനെ. ഇങ്ങനെ ചിരിക്കാണ്ടിരിക്കും. 10 ഗ്രാം ഒന്നിന്റെ നൂല് ഒന്നെടുത്ത് വെച്ചേക്ക്. കാശ് നാളത്തിലാട്ടാ. കടം കൊടുക്കാൻ പാടില്ലെന്നാ മുതലാളി പറഞ്ഞേക്കണേ. ഓ, നീ ഇങ്ങനെ സത്യസന്ധയാല എടി സ്വന്തം ആങ്ങളൊക്കെ എങ്കിലും കടം കൊടുക്ക്. ആങ്ങളയ്ക്ക് വെച്ചിനും തീരെ കൊടുക്കാൻ പാടില്ലെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഇവളെ കെട്ടാൻ വെറുതെ കുറെ സമ്പാദിക്കും. ആശുപത്രിയിലെ കാർന്നവർക്ക് എങ്ങനെ ഉണ്ടോ ശാരംഗ? പേര് വെട്ടി. ആ താമരക്ക് ഭ്രാന്താണ്ടാ. ആരുമില്ല, പോകാൻ ഒരിടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആ കാർന്നവരെ കൊണ്ട് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇവളോടൊന്ന് ചോദിക്കട്ടെ, നീ അപ്പൊ നൂല് തരില്ലല്ലേ? ഇല്ല. എന്നാ വീട്ടിലോട്ട് മീൻകറി കൂടി ചോറിനാ വാട്ടാ. എനിക്ക് മീൻകറി വേണ്ടാട്ടാ. വിരോണിയമ്മായി അറിഞ്ഞില്ലേ? എന്താടാ? നമ്മുടെ താമരയുടെ വീട്ടില് വിരോണിയമ്മേനൊക്കെ അത്ര ആള് വന്നിരിപ്പുണ്ട്. ആരി? നമ്മുടെ കടലിൽ നിന്ന് കിട്ടിയ ആളില്ലേ, അത് ശ്രീലങ്കയിൽ നിന്ന് റെപ്പയിലൊടിച്ചേട്ടൻ ജയിലിൽ ചാടി നീന്തി വന്നാണെന്നൊരു സംസാരമുണ്ട്. നീ ആരാണ് ആ കർത്താവ്? എന്തായി ആലോചിക്കണേ? എന്താ ഇത്ര ആലോചിക്കണേന്ന്? എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയേ? ഓ, അപ്പൊ ചാകാൻ കണക്കാക്കി തന്നെ ഇറങ്ങിയതാണല്ലേ? ഈശ്വരൻ തന്നേക്കണ ജീവൻ നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണ തെറ്റല്ലേ? ഈശ്വരൻ തന്ന ജീവിതം തന്നെ ഇല്ലാതായാ പിന്നെ നമ്മളെ കൊണ്ട് ആർക്കും ആവശ്യമില്ലാന്ന് തോന്നിയാ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആർക്കാണ് ആവശ്യമില്ലാന്ന് തോന്നിയത്? ഭാര്യക്കോ മക്കൾക്കോ? എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, മരണം. കടൽ ഇപ്പോഴും എന്റെ മുമ്പിലുണ്ട്. ആർക്കും ബാധ്യതയാവാതെ ഞാൻ പൊക്കോളാം. ഈ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ മരിച്ചോളാം. ഇല്ല, ഞാൻ ഇനി ഒന്നും ചോദിക്കില്ല. ഞാനും ആരും ഇല്ലാത്തോളാം. ആരും ഇല്ലാണ്ടാവുമ്പോ ആർക്കായാലും സങ്കടം ഉണ്ടാവും.
അങ്ങനെ സങ്കടപ്പെടുമ്പോ ദയവായിട്ട് നമുക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് തരും. അതുകൊണ്ടല്ലേ അച്ഛനെ പോലെ ഒരാളെ എനിക്ക് കൊണ്ടുവന്ന് തന്നത്. ഇനി ഇവിടുന്ന് എങ്ങും പോണ്ട. ആരുമില്ലാത്ത എനിക്ക് ആരുമില്ലാത്തൊരു അച്ഛൻ കൂട്ട്. ഇനി മരിക്കണോന്നുള്ള വിചാരമൊക്കെ കളഞ്ഞ് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോണം. ഇന്ന് കഞ്ഞി മാത്രം കുടിച്ചാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞേക്കണത്. ഞാൻ പോയി ഉണ്ടാക്കട്ടെ. പിന്നെ ദേഷ്യപ്പെടരുത്. ആ പേരെങ്കിലും ഒന്ന് പറയാവോ? കുമാരപ്പണിക്കർ, KP എന്ന് വിളിക്കും. കെ പി എങ്ങനെയാ? മീൻ കൂട്ടുവോ? അങ്ങനെ വേണം. അല്ലാതെ അപ്പുറത്തെ സരസ്വതീച്ചെ പോലെ ആവരുത്. പെപ്പരൂട്ടി എന്നാണ് ആ പേര്? അല്ല, ഔക്കാദർ കുട്ടി. സോറി കേട്ടാ, ആള് മാറിപ്പോയി.